ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ആർക്കും അധികം ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞാനൊരു ബ്രാൻഡ്, അതായത് ഒരു പ്രൊഡക്ഷൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫുൾ ഡേ ഷൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം സൺഡേസിൽ മാത്രമാണ് ആക്ച്വലി ഞാൻ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എൻ്റെ ടീമിലുള്ളവരും ഞാനൊക്കെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോൾ എന്താ പറയുക, എന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരാളല്ല, എക്സ്പെക്റ്റ് ചെയ്ത് പലരും വിളിച്ചിട്ടില്ല, പക്ഷെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നീ ഇതിൽ സക്സസ് ആകുമെന്ന് പറഞ്ഞിട്ടായി. അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഗൈസ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്യുന്ന. ഞാൻ ഇതിന് മുന്നേ ഒരു കമ്പനിയിൽ GM ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ എനിക്ക് കുറച്ച് ഇഷ്യൂസ്, ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഒറ്റ മാസമാണ് ബേസ് ഞാൻ കമ്പനി വർക്ക് ചെയ്തത്, പക്ഷേ ഒരു വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഞാൻ മീഡിയ ടീം ഹെഡായിട്ട് വേറൊരു കമ്പനിയിൽ പാലാരിവട്ടം തന്നെ വർക്ക് ചെയ്യാണ്. ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോ അപ്പം എൻ്റെ ടീമിലുള്ള എല്ലാവരും വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ കുറേ നാൾക്ക് ശേഷമാണ് നിങ്ങളോട് ഡയറക്റ്റ് ഇരുന്ന് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു ഫുൾ ഡേ, രാവിലെ ഇതേപോലെ ഒരു 9:30-10 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ മുതലേ നമ്മൾ ഫുൾ ഷൂട്ടിലായിരിക്കും. ഈവനിങ് ഒരു 5-6 മണിയാകുമ്പോൾ തീർക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഡിപ്പെൻസ് ആണല്ലേ, ഓരോ സ്ഥലത്തെ ഷൂട്ട് എങ്ങനെയാണ് എന്നനുസരിച്ചിരിക്കും. സോ അപ്പം ഇന്നത്തെ ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ 10 മണിക്കാണ് നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. അല്ലെങ്കിലും പണ്ട് മുതലേ എനിക്ക് കൃത്യനിഷ്ഠത വളരെ കൂടുതലായതുകൊണ്ടും 10 മണിക്ക് ഷാർപ്പ് 10 മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണേ. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഉണ്ട് നടക്കാൻ. പക്ഷേ ഞാൻ കുറച്ച് ആഞ്ഞ് പിടിച്ച് ഞാൻ അവിടെ കുറച്ച് ഒരു 10:15 ആയപ്പോൾ എത്തി. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ 2 ടീംമേറ്റ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറെ 2-3 പേരും കൂടെ വരാനുണ്ടായിരുന്നു. സോ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു കഫേയിൽ പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഓരോരുത്തരെ എത്തി ഗൈസ്. അങ്ങനെ 10:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ആക്ച്വലി വേറൊരു സ്ഥലത്തൊരു ഷൂട്ടിനാണ് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ വേറൊരു ഷോപ്പ് സെറ്റായി. അതിനുശേഷം 2 ബൊട്ടീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2 ബൊട്ടീക്കിൻ്റെയും ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിലെ ഷൂട്ട് അടിപൊളിയായിരുന്നു. നമ്മളവിടെ കുറച്ച് ഒപ്പീനിയനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. നല്ല ഫുഡ്, മീൻ പൊള്ളിച്ചത്, പൊറോട്ട, ബിരിയാണി, വാഴയിലയിലായിരുന്നു നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വല്ലാതൊരു വാഴയില പ്രാന്ത് ഈയിടെയായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ നല്ലതായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ആ ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സുഭാഷ് പാർക്കിലേക്കാണ്. ഈ സുഭാഷ് പാർക്കിൽ പോയിട്ട് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായി. സോ കുറച്ച് നേരം നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു റെസ്റ്റ് വേണമല്ലോ ഗൈസ്. കഴിച്ച് മൂക്കുമൊട്ട തിന്നിട്ട് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കുറച്ച് നേരം ചില്ലായി റിലാക്സൊക്കെ ചെയ്തൊന്ന് സെറ്റായിട്ട് പിന്നെ നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. അപ്പം കുറേ നാൾക്ക് ശേഷം വരുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.